മാർപ്പാപ്പ പറഞ്ഞാൽ തിന്മ നന്മയാകുമോ? തിന്മയെ ജയിപ്പിക്കാൻ വിശ്വാസികൾ കൂടെ നിൽക്കണമോ? ഇന്ന് ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയയിൽ ഈ ചോദ്യങ്ങൾ ഉയരുകയാണ്. മാർപ്പാപ്പ പറഞ്ഞു കുറഞ്ഞ തിന്മ, അതായത് ലെസർ ഈവിൾ ജയിക്കട്ടെ എന്ന്. പാപ്പ പറഞ്ഞത് ശരിയോ തെറ്റോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമുക്ക് ഈ പ്രശ്നം ഗൗരവത്തോടെ ഒന്ന് കാണാം. നമുക്കറിയാം, വളരെ പക്വത നിറഞ്ഞ നിലപാടുകൾ കൊണ്ടും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയുള്ള പ്രതികരണങ്ങൾ കൊണ്ടും ഒരു വേറിട്ട ശബ്ദത്തിൻ്റെ ഉടമയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം ആഗോള കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമാണ്. അതുകൊണ്ട് തന്നെ പൊതുവിഷയങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലുമൊക്കെ മാർപ്പാപ്പ എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഒരുപോലെ താല്പര്യമാണ്. അതിൽ ക്രൈസ്തവനെന്നോ അക്രൈസ്തവനെന്നോ യാതൊരു വേർതിരിവുമില്ല. US ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളാണ് ഇന്നത്തെ മീഡിയ ലോകം ചർച്ച ചെയ്യുന്നത്. കുറഞ്ഞ തിന്മ ആരെന്ന് തിരഞ്ഞെടുപ്പ് ഫലം തീരുമാനിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. കുടിയേറ്റത്തെ എതിർക്കുന്നത് പോലെ ഭ്രൂണഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്നതും തിന്മ തന്നെയാണ് എന്ന് പാപ്പ അതിനെ വിശദീകരിച്ചു. ഫ്രാൻസിസ് പാപ്പ ആരെ അനുകൂലിക്കുന്നു എന്നറിയാൻ കാത്തിരുന്ന മാധ്യമങ്ങൾക്ക് മുമ്പിലാണ് മാർപ്പാപ്പയുടെ ഈ വ്യത്യസ്തമായ മറുപടി. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ അദ്ദേഹം നീണ്ട നാളത്തെ ഏഷ്യ സന്ദർശനത്തിലായിരുന്നു. ഇതിനുശേഷമുള്ള മടക്കയാത്രയിലാണ് പാപ്പ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. Si deve scegliere il male minore. Chi è il male minore? Quella signora o quel signore? Non so, ognuno in coscienza pensi e faccia questo. കൃത്യമായ അളവിലും തൂക്കത്തിലും നൽകിയ വ്യക്തമായ മറുപടി എന്ന് പറയുന്നതാവും ശരി. ഈ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ സഭയുടെ ധാർമ്മികതയിലുള്ള ലെസർ ഈവിൾ എന്ന സിദ്ധാന്തം നമുക്ക് മനസ്സിലാകണം. ഇത് വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. ഉദാഹരണത്തിന്, ഒരു വള്ളം മുങ്ങുന്ന കാര്യമെടുക്കാം. നമ്മൾ 3 പേർ ആ വള്ളത്തിലുണ്ടെന്നിരിക്കട്ടെ. 1, 7 മക്കളുടെ ഒരമ്മ. 2, വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു മകൻ. 3-മതായി ഞാനും. എനിക്ക് ഒരാളെ മാത്രമേ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് ചെയ്യുക? അമ്മയെ രക്ഷിച്ചാൽ ചെറുപ്പക്കാരനെ ഉപേക്ഷിക്കണം, അതും തിന്മയാണ്. 2 പേരും ഒരുപോലെ രക്ഷിക്കപ്പെടുക എന്നതാണല്ലോ പരമമായ നന്മ, പൂർണ്ണതയും അതാണ്. എന്നാൽ ഒരാളെ മാത്രമേ എനിക്ക് രക്ഷിക്കാനാകൂവെങ്കിൽ 7 മക്കളുടെ അമ്മയായ ആ സ്ത്രീയെ രക്ഷിക്കുകയും ചെറുപ്പക്കാരനായ ആ വ്യക്തിയുടെ മരണം അനുവദിക്കുകയും ചെയ്യേണ്ടി വരും. രണ്ടും തിന്മയാണ്. ഇവിടെ ആരുടെ മരണം സംഭവിച്ചാലും അത് തിന്മയാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ എനിക്ക് ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരും. ഇതാണ് മാർപ്പാപ്പ എടുത്തുപയോഗിക്കുന്നത്. US ഇലക്ഷൻ്റെ കാര്യത്തിലും ഈ പറഞ്ഞതുപോലെ 2 സ്ഥാനാർത്ഥികളും തിന്മയെ പരിപോഷിപ്പിക്കുന്നവരാണ്, അഥവാ തിന്മയുടെ വക്താക്കളാണ്. 2 പേരും ചെയ്യുന്നത് തിന്മയാണ്. ഉള്ളതിൽ ചെറിയ തിന്മ ഏതാണോ, ആരുടേതാണോ അത് ജയിക്കട്ടെ എന്നാണ് മാർപ്പാപ്പ ഇവിടെ ആശംസിച്ചത്. എല്ലാ മനുഷ്യരിലും കുറവുകൾ ഉണ്ടെന്നിരിക്കെ ആ കുറവുകൾ മാറ്റി നിർത്തപ്പെടുകയും ആ വ്യക്തികൾ ചേർത്ത് നിർത്തപ്പെടുകയും വേണം. ഇതാണ് യഥാർത്ഥ സുവിശേഷം. ഈ സുവിശേഷമാണ് മാർപ്പാപ്പയുടെ വാക്കുകളിലൂടെ പകരപ്പെട്ടത്. എന്നാൽ ഇത് മാത്രമായിരുന്നു ആ വാക്കുകൾ പകർന്നു വെച്ചത്? അല്ല. ഈ വാക്കുകളിലൂടെ സമൂഹത്തിൽ നേതൃസ്ഥാനം വഹിക്കേണ്ടുന്ന ഒരു വ്യക്തി പാലിക്കേണ്ടുന്ന മിനിമം ഉത്തരവാദിത്തം എന്താണ് എന്ന് മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. മനുഷ്യജീവന് വില കൽപ്പിക്കുന്നവരാകണം ഓരോ നേതാക്കന്മാരും. നിങ്ങൾ ഒരേ സമയം ജനങ്ങളെ നയിക്കുന്നവരും ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്നവരുമായാൽ അത് തിന്മയാണ്. ഇതാണ് മാർപ്പാപ്പ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഭ്രൂണഹത്യ ഭൂമിയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്ന ജീവന് ഭീഷണിയാവുന്നത് പോലെ തന്നെ കുടിയേറ്റത്തെ എതിർക്കുമ്പോൾ ഭൂമിയിൽ ജീവിക്കാൻ പിടയുന്ന ഒരു പിടി മനുഷ്യർക്ക് അത് അവരുടെ ജീവന്റെ ഭീഷണിയാവുകയാണ്. ഇവയിൽ ഏതാണ് ലെസർ ഈവിൾ? ഏതാണ് കുറഞ്ഞ തിന്മ? മാർപ്പാപ്പ പറഞ്ഞതുപോലെ കുറഞ്ഞ തിന്മ ഇവിടെ ആരാണെന്ന് തെരഞ്ഞെടുപ്പ് ജയം തീരുമാനിക്കട്ടെ.